ഇന്ന് നമുക്ക് 5 സ്ത്രീകളെയും അവരുടെ ജീവിതത്തെയും ചുറ്റിപ്പറ്റിയുള്ള കഥ പറയുന്ന ഹർ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? ഈ സിനിമ അവസാനം വരെ കാണാൻ മറക്കരുതേ. കഥയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് വീടിന് മുന്നിലിരുന്ന് പത്രം വായിക്കുന്ന ആമിയാണ്. ആമി PSC ഒക്കെ പാസ്സായി അതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവും പാസ്സായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഇന്റർവ്യൂവിന് പോവുകയാണ്. റെഡിയാകാൻ പോകുന്ന സമയം ആമിയുടെ പാർട്ട്ണർ അവളെ വിളിക്കുന്നു. അപ്പോൾ അവൾ ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ എന്തോ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ ആമി ഈ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യമൊന്നും പാർട്ട്ണറിനോട് പറഞ്ഞിരുന്നില്ല. അക്കാര്യത്തെ ചൊല്ലി രണ്ടുപേരും സംസാരമാകുന്നുണ്ട്. അതിനുശേഷം റെഡിയായ ആമിയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുവാനായി ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു. എന്നാൽ ബസ്സാണെങ്കിൽ അവൾക്ക് കിട്ടുന്നതുമില്ല. ഒരു ഓട്ടോ കൈ കാണിച്ച് അവൾ ഓട്ടോയിൽ കയറിപ്പോകും. എന്നാൽ ഓട്ടോയിൽ കയറിയപ്പോഴാണ് പണി പാളിയത്. എന്തെന്നാൽ അവളുടെ സാരിക്കിടയിലൂടെ ഒരു കട്ടുറുമ്പ് കയറിപ്പോയി അവളെ കടിക്കുവാനായും തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആമിയാണെങ്കിൽ പകുതി വഴിയിൽ വെച്ച് ഓട്ടോ നിർത്തി. എന്നിട്ട് ഓട്ടോക്കാരന് കാശും കൊടുത്ത് പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറി. അവിടെ കയറാനായി പോയപ്പോഴോ ഒരുത്തൻ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അയാളാണെങ്കിൽ മാറിക്കൊടുക്കുന്നുമില്ല. ആമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഓടുകയാണ്. എന്നിട്ട് അവൾ നേരെ അടുത്തുള്ളൊരു വീട്ടിൽ ചെന്നിട്ട്, ചേട്ടാ, ഇവിടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അയാളുടെ ഭാര്യയെ വിളിച്ചു. എന്നാൽ അയാളുടെ ഭാര്യയാണെങ്കിൽ ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു. ആമി കാര്യം പറയുന്ന സമയത്ത് അവർ പറയും, പബ്ലിക് ടോയ്ലറ്റ് ഇല്ലേ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വരുന്ന ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവിടെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആമിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ആമിയുടെ അവസ്ഥ പോലും അവർ മനസ്സിലാക്കിയില്ല. നിസ്സഹായ ആമിയാണെങ്കിൽ റോഡിലൂടെ ഓടിപ്പോവുകയാണ്. അവൾക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടും. അതേസമയം തന്നെ അവളെ കയറ്റിക്കൊണ്ടുപോയ ആ ഓട്ടോക്കാരനാണെങ്കിൽ വീണ്ടും അവളുടെ അടുത്ത് വരുന്നു. ഇതുവരെ അങ്ങ് എത്തിയില്ലേ, വാ ഞാൻ ഡ്രോപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവളെ ഓട്ടോയിൽ കയറ്റി. ഓട്ടോയിൽ ഇരിക്കുമ്പോഴും ആമിക്ക് ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ഓട്ടോക്കാരനാണെങ്കിൽ ഓട്ടോയുടെ കണ്ണാടിയിലൂടെ ആമിയെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ആമിയാണെങ്കിൽ സഹിക്കാനാകാതെ തന്റെ സാരിക്കിടയിലുള്ള ആ ഉറുമ്പിനെ അവൾ വലിച്ചെടുക്കുകയാണ്. അതും ആ ഓട്ടോക്കാരൻ കാണുന്നുണ്ട്. അവളാണെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തുമെത്തി. പൈസ കൊടുക്കുവാനായി നോക്കിയപ്പോൾ അയാളാണെങ്കിൽ മുണ്ട് മടക്കി കൊടുത്തിരിക്കുന്നു. ആമി ഒരു ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ. അയാളാണെങ്കിൽ മുണ്ടഴിച്ചിട്ടു. എന്നിട്ട് ആമി ഒരു ചെറു പുഞ്ചിരിയോടെ ഇന്റർവ്യൂവിനായി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫിലിം പ്രൊഡ്യൂസറായ രേഷ്മയാണ്. രേഷ്മയ്ക്ക് ആ പണി കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് സുനിൽ എന്നൊരാളാണ്. സുനിലിന് എങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഷ്മ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. രേഷ്മയ്ക്ക് ഭർത്താവും ഒരു മകളുമാണുള്ളത്. എന്നാൽ രേഷ്മയുടെ ഓവറായിട്ടുള്ള പെരുമാറ്റമൊന്നും അവർക്ക് ഇഷ്ടമേ അല്ല. എന്ന് വെച്ചാൽ ഏത് നേരവും യൂട്യൂബിൽ വ്ലോഗ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതിനായിട്ട് ഭർത്താവിനെയും മകളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവമാണോ യൂട്യൂബിലൂടെ കാണിക്കുന്നത്? അല്ല. കണ്ടന്റിന് വേണ്ടി രേഷ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. വീട്ടുജോലിക്കാരിയായ ആ ഒരു ആന്റിയുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ ഇന്ന് തൂക്കാം, എന്നിട്ട് അത് വീഡിയോ പിടിക്കാനാണ് എന്റെ അടുത്ത് വന്നിട്ട് തൂക്കണ്ട കുഞ്ഞെ എന്നൊക്കെ പറയണമെന്നും രേഷ്മ പറയുന്നുമുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യവുമാണ്. ഒരിക്കൽ രേഷ്മയെ കാണുവാനായിട്ട് കുറച്ചുപേർ വരികയാണ്. അവർ പുതിയ സിനിമ എടുക്കുവാൻ പോകുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് രേഷ്മയാണ് അവർ സെലക്ട് ചെയ്തതും. രേഷ്മ അവരുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുവാനായും തീരുമാനിച്ചു. എന്നാൽ ഫിലിം എഡിറ്റ് ചെയ്യുന്നത് ആരാണെന്നൊരു ചോദ്യം വന്നു. രേഷ്മയാണെങ്കിൽ അവളുടെ കൂടെയുള്ള ആ ഒരു സുനിലുണ്ടല്ലോ, അവന് മറ്റൊരു ഡയറക്ടറിന്റെ ഓഫർ വന്നിരുന്നു. എന്നാൽ രേഷ്മയാണെങ്കിൽ അവനെ പോകാൻ അനുവദിച്ചില്ല. എന്റെ അടുത്ത സിനിമയിൽ ഉറപ്പായും നീ തന്നെയാണ് എഡിറ്റർ, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടതും സുനിലിനും ഒരുപാട് സന്തോഷമായി. എന്നാൽ രേഷ്മയെ കാണാൻ വന്ന ഒരാളാണെങ്കിൽ സുനിലിനെ കണ്ടതും, നീ മറ്റേ ഡയറക്ടറിന്റെ അടുത്ത സിനിമയിലെ എഡിറ്റർ അല്ലേ? അത് കേട്ടതും സുനിൽ പറയും, അല്ല, രേഷ്മ മാഡം പോകണ്ടെന്ന് പറഞ്ഞു. മാഡത്തിന്റെ അടുത്ത സിനിമ ഞാനായി എഡിറ്റ് ചെയ്യുന്നതെന്നും സന്തോഷത്തോടെ സുനിൽ പറയുന്നുണ്ട്. അങ്ങനെ ഫിലിമിനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്ത് എഡിറ്റർ ആര് എന്ന ചോദ്യം വരികയാണ്. അപ്പോൾ എല്ലാവരും സുനിലിന്റെ പേര് പറയും. എന്നാൽ രേഷ്മ പറയും, അവൻ വേണ്ട, അവനൊന്നും പഠിച്ചു വരുന്നതേയുള്ളൂ. ഇവിടെ ഇരുന്ന് അവൻ എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് പഠിക്കട്ടെ, അതിനുശേഷം പിന്നെ എങ്ങാനും അവസരം കൊടുക്കാം. അതുകൊണ്ട് അവനെ മാറ്റി നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളിനെ വെക്കാമെന്ന് അവർ ചർച്ച ചെയ്യുന്നു. രേഷ്മ പറയുന്നതെല്ലാം നിറ കണ്ണുകളോടെ കേൾക്കുകയാണ് സുനിൽ. 3 വർഷമായി ഒരു അടിമയെ പോലെ രേഷ്മയുടെ ജോലി ചെയ്യുകയാണ്. സുനിലിന് ഒരുപാട് സങ്കടമാകും. അടുത്ത ദിവസം രേഷ്മയാണെങ്കിൽ ഒരു ജ്വല്ലറിയിലേക്ക് ബ്രാൻഡ് അംബാസിഡറായി ക്ഷണിച്ചതിനാൽ അതിന്റെ ഷൂട്ടിനായി പോകുവാൻ റെഡിയാവുകയായിരുന്നു. ആ വീഡിയോയും രേഷ്മ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും സുനിലിന്റെ മുഖത്ത് ആ ഒരു ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ രേഷ്മ തന്റെ ഭർത്താവിനെയും മകളെയും ഒക്കെ വഴക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്.
അങ്ങനെ അവർ സമയം താമസിച്ചതിനാൽ വേഗം പോകുന്ന സമയം നമ്മുടെ ആമി പോയ ആ ഒരു ഓട്ടക്കാരനാണെങ്കിലോ പെട്ടെന്ന് തന്നെ അവിടെ ചവിട്ടി നിർത്തി. അത് കാരണം അവരുടെ വണ്ടി ഇടിക്കാനുള്ളതാണ്. രേഷ്മ അയാളെ വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് പോകുന്നു. എന്നാൽ ജ്വല്ലറിയിലെത്തിയ രേഷ്മയെ കണ്ടതും എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. എന്തിനാണ് അവർ അവളെ നോക്കി ചിരിക്കുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാകുന്നില്ല. അവൾക്ക് ആകെ നാണക്കേടും പരിഭ്രമവും എല്ലാം കൂടി ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ തന്നെ ജ്വല്ലറിയുടെ മാനേജർ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, മാഡം രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടില്ലേ? മാഡത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്, ഇന്ന് ഷൂട്ട് നടക്കില്ല എന്നും പറഞ്ഞ് വീഡിയോ എന്തെന്ന് കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോ എന്തെന്നാൽ എഡിറ്റ് ചെയ്ത വീഡിയോസ് ആണല്ലോ സുനിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ എഡിറ്റ് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടല്ലോ. രേഷ്മ ദേഷ്യപ്പെടുന്നതും അവളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ കാണിക്കുന്ന ആ കുറെ രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നത് അതെല്ലാം കൂടി സുനിലെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. രേഷ്മ ആരാണെന്നും അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവളുടെ ഫോളോവേഴ്സ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ആകെ നാണക്കേട്. ആ ഒരു വീഡിയോ വൈറലായതോടുകൂടി രേഷ്മയ്ക്ക് ബ്രാൻഡ് അംബാസിഡർ എന്നൊരു പൊസിഷനും നഷ്ടമായി. സങ്കടപ്പെട്ടു നിൽക്കുന്ന രേഷ്മയെ കണ്ട ഭർത്താവാണെങ്കിൽ ആ വീഡിയോ വാങ്ങി നോക്കിയിട്ട്, നീയല്ലേ പറഞ്ഞത് അവന് എഡിറ്റിംഗ് അറിയില്ലാന്ന്, അവന് നന്നായി എഡിറ്റിംഗ് അറിയാമെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. രേഷ്മയും ഭർത്താവിനെ തന്നെ നോക്കി സൈലന്റ് ആയി നിൽക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പോകാൻ ഇറങ്ങുകയായിരുന്നു സുനിൽ. സുനിലിനൊരു കോൾ വരും. ഫോൺ വിളിച്ചത് രേഷ്മയായിരുന്നു. ഒരു സ്ഥലം പറഞ്ഞിട്ട്, ദേ സുനിലെ, 5 മണിക്ക് മുമ്പ് നീ അവിടെ എത്തണം, എന്റെ അടുത്ത സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയാണ്, നീയാണ് എഡിറ്റർ. അത് കേട്ടതും സുനിലിന് ഒരുപാട് സന്തോഷമായി. കൂടാതെ അവനൊരു കുറ്റബോധവുമുണ്ട്. അവൻ അങ്ങനെ ഒരു പണി കാണിച്ചു കളഞ്ഞല്ലോ, ആ ഒരു കാര്യവും അവന്റെ മനസ്സിലുണ്ട്. പിന്നീട് കാണിക്കുന്നത് അബി എന്നൊരു പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ സങ്കടപ്പെട്ട് കട്ടിലിൽ കിടക്കുകയാണ്. എന്താണ് കാരണമെന്ന് നമുക്ക് വഴിയേ മനസ്സിലാകും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അബി കോളേജിൽ പഠിക്കുന്ന സമയം അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അനൂപ്. അനൂപിനാണെങ്കിലോ അബിയോട് 1 സൈഡായിട്ട് പ്രണയവുമാണ്. അവൻ തുറന്നു പറഞ്ഞിട്ടുമില്ല. അബി മറ്റാരുമായിട്ടും അധികം മിണ്ടുന്നത് പോലും അനൂപിന് ഇഷ്ടവുമല്ല. അങ്ങനെ ഇരിക്കെ അവർക്കാണെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടുകയാണ്. പക്ഷേ അബിക്ക് കിട്ടിയില്ല. അനൂപിന് US പോകാനുള്ള ഒരു ഓഫറും കിട്ടി. അനൂപ് പോകുകയാണ്. അനൂപിനെ യാത്ര അയക്കാനായി അബിയും കൂട്ടുകാരും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അനൂപാണെങ്കിൽ എയർപോർട്ടിനകത്തേക്ക് കയറി പോയിട്ട് അബിക്കൊരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിൽ അവളെ പ്രപ്പോസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അബിക്കും സന്തോഷമായി, അനൂപിനും സന്തോഷമായി. അവർ രണ്ടുപേരും മനസ്സിലത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ അബിയുടെയും അനൂപിന്റെയും വിവാഹം വീട്ടുകാരങ്ങ് ഉറപ്പിച്ചു. ഒരിക്കൽ അച്ഛനാണെങ്കിൽ അബിക്ക് സർപ്രൈസ് കൊടുക്കുകയായിരുന്നു. ഒരു കാറാണ് ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷേ ആ കാറിനൊപ്പം അനൂപും ഉണ്ടായിരുന്നു. അനൂപ് അവളെ കാണാനായി സർപ്രൈസ് ആയിട്ടെത്തി. എങ്ങനെയുണ്ട് സർപ്രൈസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അബിയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, എന്താ ആദ്യമായി നിനക്ക് സർപ്രൈസ് കിട്ടിയ കാർ ഞാൻ ഓടിച്ചു വന്നതുകൊണ്ടാണോ നിനക്ക് ഈ വിഷമം? അത് കേട്ട അബി പറയും, ഏയ് അതൊന്നുമല്ല, കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതിന്റെ ടെൻഷനാണെന്നും അബി പറയുന്നു. എന്നിട്ട് അബി കമ്പനിയിലേക്ക് പോകുവാനായും ഇറങ്ങും. അനൂപാണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. അബി എന്തോ ചിന്തിച്ചു നിന്നിട്ട് നേരെ അകത്ത് വന്നിട്ട് അച്ഛനോടൊരു പേപ്പർ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ കാര്യം അബിക്ക് പറയാനുണ്ടെന്ന് അച്ഛന് മനസ്സിലായി. അച്ഛൻ ഉടനെ തന്നെ അബിയുടെ പിന്നാലെ പോയി മുത്തശ്ശിയുടെ റൂമിലേക്കാണ് പോയതും. എന്നിട്ട് അബി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സർപ്രൈസ് തരാനാണെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ടാ അത് ബുക്ക് ചെയ്യേണ്ടത്, അല്ലാതെ മരുമകനെ വിളിച്ചിട്ടല്ല. ഒരു മരുമകൻ സ്നേഹം ഇപ്പോൾ കൂടുന്നുണ്ട് എന്ന് അബി അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് അവൾ നേരെ ഓഫീസിലേക്കും പോവുകയാണ്. അബിയാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമായിരുന്നു. എന്നാൽ അബിയുടെ സ്കൂട്ടിയുടെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വന്ന് ചാടുകയാണ്. അവളാണെങ്കിൽ ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് തന്നെ സ്കൂട്ടി ചവിട്ടി നിർത്തി. ഇല്ലായിരുന്നെങ്കിൽ ഒരു ആക്സിഡന്റ് തന്നെ അവിടെ സംഭവിക്കുമായിരുന്നു. അബിയും അനൂപും ഒരിക്കൽ പുറത്ത് ഫുഡ് കഴിക്കുവാനായും പോയി. അപ്പോൾ അനൂപാണെങ്കിൽ അബിയോട് സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ച് അബി ചോദിക്കുന്നുണ്ട്, നീ US പോയപ്പോൾ നിന്റെ സ്വഭാവം ആകെ മാറിയല്ലോ, എന്ത് പറ്റി? US എഫക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയും, അതൊന്നുമല്ല, നമുക്ക് രണ്ടാൾക്കും ഒരു ദിവസം 1 ഡേ ട്രിപ്പ് പോയാലോ? വെർജിനായിട്ട് മാത്രമേ നീ കല്യാണം കഴിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അബിക്ക് കാര്യം മനസ്സിലായി. അബി പറയുന്നുണ്ട്, വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? എന്നാൽ അനൂപാണെങ്കിൽ, വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഒരു ത്രില്ലല്ലേ, നമുക്കൊന്ന് നോക്കാമെന്നും അവൻ പറയും. എന്നാൽ അബിയാണെങ്കിലോ അതിനൊന്നും സമ്മതിക്കത്തില്ല. ഒടുവിൽ അനൂപിന്റെ നിർബന്ധം കാരണം അബിയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. എന്നാൽ നമ്മൾ വീട്ടിൽ എന്ത് പറയുമെന്ന് അബി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയും, നമുക്ക് സേവ് ദ ഡേറ്റ് ഷൂട്ടാണെന്ന് പറയാം. അങ്ങനെ അബിയും അതിന് സമ്മതിച്ചു. രണ്ടാളും 1 ഡേ ട്രിപ്പിനായി പോയി. അങ്ങനെ ഇവർ സേവ് ദ ഡേറ്റ് ഷൂട്ടും കഴിഞ്ഞ് വേറെ പലതും കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തുകയാണ്. കാറിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന അബിയോട് അനൂപ് പറയുന്നുണ്ട്, അബി നീ സൂപ്പറാണ്. എന്നാൽ അതിന് അബിക്ക് മറുപടിയൊന്നുമില്ല. ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ അബി അകത്തേക്ക് കയറിപ്പോയി.
പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അബിക്കാണെങ്കിൽ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരുന്നു. കാരണം എന്തെന്ന് അവളുടെ വീട്ടുകാർ തിരക്കുന്നുമുണ്ട്. അബിയാണെങ്കിൽ കട്ടിലിൽ ഒരേ കിടപ്പ്, എന്തോ ആലോചിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് എന്താണ് നിന്റെ പ്രശ്നം, നീ കുറെ ദിവസമായല്ലോ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ച് അബിയോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് അമ്മയോട് പറയും. അത് കേട്ട് ദേഷ്യം വന്ന അമ്മയാണെങ്കിൽ ഇത്രയും കൊണ്ടുവന്നെത്തിച്ചിട്ട് ഇനിയിപ്പൊ കല്യാണം വേണ്ടെന്നോ, ഇനി വിവാഹത്തിന് കുറച്ചു ദിവസം മാത്രമാണുള്ളത്, നീ എന്തായി പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നമെന്നും അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിൽ അമ്മയും മുത്തശ്ശിയും അനുജത്തിയും അച്ഛനുമൊക്കെ കേൾക്കത്തക്ക രീതിയിൽ അവൾ പറയുന്നുണ്ട്. അന്ന് ഞാൻ ഷൂട്ടിന് അനൂപിനൊപ്പം പോയില്ലേ, അന്ന് ഞാനും അനൂപും ഒരുമിച്ചായിരുന്നില്ലേ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. അമ്മ പറയുന്നുണ്ട്, ഇവൾ എന്തായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്ത് സാറ്റിസ്ഫൈഡ് അല്ലെന്നാ ഇവൾ പറയുന്നേ എന്ന് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായ അച്ഛനാണെങ്കിൽ അമ്മയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. മുത്തശ്ശിയും അവളും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ആ ഒരു വിവാഹവും മുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ശാന്തയും ഭർത്താവിനെയുമാണ്. ശാന്തയ്ക്ക് ഭർത്താവെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭർത്താവിനും ശാന്തയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ രണ്ടുപേരും മനോഹരമായ ഒരു കുടുംബജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നതും. ശാന്ത എന്ത് പറയുന്നു അതാണ് ഭർത്താവിന് വേദവാക്യവും. ഭർത്താവ് സമയം നോക്കുവാനായിട്ട് വാച്ച് നോക്കത്തില്ല, ശാന്തയാണ് സമയം പറഞ്ഞു കൊടുക്കുന്നതും. അവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അവരുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറിയായി. ശാന്തയുടെ കയ്യിലാണെങ്കിൽ ചെറിയൊരു മൊബൈലാണ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു ഫോണാണ് ഉപയോഗിക്കുന്നതും. അങ്ങനെ അവർ രണ്ടാളും ചേർന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, പുതിയൊരു ഫോൺ വാങ്ങാമെന്ന് തീരുമാനിച്ച് ഫോൺ വാങ്ങാനായി കടയിലേക്കും എത്തി. എന്നാൽ ഫോൺ വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഓഫറായിട്ട് ഒരു അലക്സയും കിട്ടുകയാണ്. അലക്സയുടെ ഉപയോഗം എന്തെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും അറിയില്ല. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറി ജ്യൂസ് കുടിക്കുവാനായും തീരുമാനിച്ചു. അതേസമയം തന്നെ അവിടെ ഒരു പെൺകുട്ടി വന്ന് ഈ വണ്ടിയുടെ ചാവി തരുമോ ഇക്ക എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. ആ പെൺകുട്ടിക്കും ആ കടക്കാരനെ നന്നായിട്ട് അറിയാം. എന്നാൽ ആ വണ്ടി പഞ്ചറായതിനാൽ അവൾ അവിടെ നിന്ന് തന്നെ വെപ്രാളപ്പെട്ട് ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട്. അത് ശാന്തയും ഭർത്താവും ശ്രദ്ധിക്കുന്നുമുണ്ട്. ശാന്തയും ഭർത്താവും ആ ഒരു ബേക്കറിയിൽ തന്നെ പോയതെന്തെന്നാൽ അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ പ്രണയം ആരംഭിച്ചത് തന്നെ ആ ഒരു ബേക്കറിയിൽ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രണ്ടാളും വീട്ടിലേക്ക് വരികയാണ്. അവിടെ അവർ രണ്ടുപേരെയും കാത്ത് അവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരനുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി അല്ലേ, കൂട്ടുകാരൻ തന്റെ ചെറുമകളുമായി വീട്ടിലേക്ക് വന്നു. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഒരു പായസം ഉണ്ടാക്കും അത്ര തന്നെയെന്ന് ശാന്ത മറുപടി പറയും. എന്നാൽ ശാന്തയുടെ ഭർത്താവാണെങ്കിൽ എനിക്കൊരു അലക്സ കിട്ടി, അതിന്റെ ഉപയോഗം എന്താ നിനക്കറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാം, എന്റെ മകൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഞാനതങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഫോണുമായി കണക്ട് ചെയ്യുകയാണ് അലക്സയെ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അലക്സയോട് ടൈം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ശാന്തയുടെ ഭർത്താവിന് ഒരുപാട് ഇഷ്ടമായി. എല്ലാ കാര്യവും അലക്സയുമായി ചോദിക്കും. മാത്രമല്ല ശാന്തയുടെ ഭർത്താവിന് ഒരു പാട്ട് ഇഷ്ടമാണ്, പണ്ടത്തെ ഒരു പാട്ടാണ്. ആ പാട്ട് അലക്സയോട് പറഞ്ഞ് പ്ലേ ചെയ്യിപ്പിക്കും. എന്നാൽ ആ പാട്ടാണെങ്കിൽ ശാന്തയ്ക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. നിങ്ങൾ ആരെ ഓർത്താ മനുഷ്യ ഈ പാട്ടിടുന്നത്, എന്നെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ശാന്ത ചോദിക്കുന്നുമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ കടന്നു പോകുന്തോറും ശാന്തയുടെ ഭർത്താവിന്റെ സ്വഭാവം മാറി വന്നുകൊണ്ടേയിരുന്നു. ശാന്തയാണല്ലോ സമയം പറഞ്ഞു കൊടുക്കുന്നത്, എന്നാൽ അലക്സയാണ് സമയം പറഞ്ഞു കൊടുക്കുന്നതും. അതൊന്നും ശാന്തയ്ക്ക് സഹിക്കാനായില്ല. ഒരു ദിവസം തന്റെ നാട്ടില് എന്തോ അമ്പലത്തിൽ പൂജ നടക്കുന്ന കാര്യം സംബന്ധിച്ച് ശാന്തയുടെ ഭർത്താവ് നാട്ടിലേക്ക് പോവുകയാണ്. താനും കൂടെ വരാമെന്ന് പറഞ്ഞ് റെഡിയായി വരുമ്പോൾ വേണ്ട, എന്നോടൊപ്പം കൂട്ടിന് അലക്സയുണ്ടല്ലോ, നിനക്ക് കാലൊന്നും വയ്യാത്തതല്ലേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അലക്സയും കൊണ്ട് ഭർത്താവ് നാട്ടിലേക്ക് പോയി. ഭർത്താവില്ലാത്ത ദിവസങ്ങളിലെല്ലാം ശാന്ത വല്ലാത്ത മൂഡ് ഓഫിലായിരുന്നു. അങ്ങനെ വീണ്ടും ഭർത്താവ് പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അലക്സ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ബോറടിച്ചു, അതുകൊണ്ടാണ് ഞാനിത്ര പെട്ടെന്ന് വന്നതെന്നും ഭർത്താവ് പറയുന്നത് കേട്ട് ശാന്തയ്ക്ക് ആകെ സങ്കടം. കാരണം എന്തെന്നാൽ തന്നെ കാണാത്തതിന്റെ സങ്കടത്തിലല്ലേ ഓടി വന്നത്, അലക്സ വർക്ക് ചെയ്യാത്തതിന്റെ വിഷമത്തിലല്ലേ. അടുത്ത ദിവസം അലക്സയെ കാണുന്നില്ല, എവിടെയാണെന്ന് ഭർത്താവ് അവിടെ ആകെ അന്വേഷിക്കും. ശാന്തയോട് ചോദിക്കുന്ന സമയത്ത് എന്തോ ഞാൻ കണ്ടില്ല എന്നും ശാന്ത മറുപടി പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ശാന്തയാണ് അത് നശിപ്പിച്ചു കളഞ്ഞതെന്ന് ഭർത്താവിന് മനസ്സിലായി. ശാന്തയുടെ ആ ഒരു പൊസസീവ്നെസ് നിറഞ്ഞ പ്രവൃത്തി കണ്ട് ഭർത്താവ് ചിരിക്കുകയാണ്. രണ്ടുപേരും ചിരിച്ചും കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രുചി എന്നൊരു പെൺകുട്ടിയാണ്. അവൾ ജോഗിങ്ങിന് പോയിട്ട് തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു. ടെക്നോ പാർക്കിലാണ് രുചി ജോലി ചെയ്യുന്നതും. ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ളാറ്റിലെത്തിയ രുചിയാണെങ്കിൽ തന്റെ പാർട്ട്ണറിനെ ഫോൺ വിളിക്കും. രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ പാർട്ണർ എന്തോ പറയുന്നു. അപ്പോൾ രുചി പറയുന്നുണ്ട്, ഞാനും നീയും ചേർന്നല്ലേ ആ ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ നീ എന്താ അതിന് ട്രൈ ചെയ്തത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് US പോകുവാനല്ലേ തീരുമാനിച്ചത്. എനിക്ക് US പ്രോജക്റ്റ് വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നമ്മൾ രണ്ടുപേരും എടുക്കുന്ന തീരുമാനം റിസ്ക് ആണ്. ആ ഒരു കാരണം പുറത്തറിഞ്ഞാൽ എന്തൊക്കെയാകുമെന്ന് നിനക്കറിയാലോ. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനും ഇങ്ങനെ തന്നെ നിൽക്കുന്നതെന്നും പറഞ്ഞ് രുചി കോള് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അവളുടെ സഹോദരൻ ഫ്ളാറ്റിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് അവൾ കോള് കട്ട് ചെയ്തതും. സഹോദരനാണെങ്കിൽ എന്തോ വീട്ടിൽ പൂജ നടന്നു, അതിന്റെ പ്രസാദമെന്നും പറഞ്ഞ് പായസവും പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് വന്നത്. ചിക്കൻ ബിരിയാണി എന്ന് കേട്ടതും അവൾ പറയുന്നത്, നിനക്ക് എന്ത് കാര്യം സാധിക്കാനാ അമ്മ പറഞ്ഞു വിട്ടത്? നല്ല കോമ്പിനേഷൻ തന്നെ എന്ന് പറയുന്ന സമയത്ത് സഹോദരനായ സനൽ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ചേച്ചി എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ചേച്ചി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതം എന്താകുമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വീട്ടിൽ വന്ന് നിൽക്കണം, അതല്ലേ ഞാൻ വീട് വിട്ടു പോയത്. വീട്ടുകാർക്ക് അത്ര നാണക്കേടായോ? അടുത്ത മാസം ഞങ്ങൾ രണ്ടാളും US പോവുകയാണ്. അത് കേട്ട സഹോദരൻ ചോദിക്കും, ഞങ്ങളോ? അല്ല ഞാൻ എന്ന് രുചി മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി സഹോദരനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. രുചിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുവാനായിട്ടും റെഡിയാകുന്നുമുണ്ട്. 11 മണിയായിട്ടും ജോലിക്കാരി വരാത്തതിന്റെ ടെൻഷനിലാണ്. ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. അവൾക്കാണെങ്കിൽ ഒരു പ്രസന്റേഷനും ചെയ്യാനുണ്ട്. വയറ് വിശന്നത് കാരണം ഫ്രിഡ്ജിൽ നിന്നും ഒരു ആപ്പിളും എടുത്ത് കഴിച്ച് എന്തോ ചൂടാക്കുവാനായി അടുപ്പത്തും വെച്ചിരുന്നു. ഗ്യാസ് ഓണാക്കി വെച്ചിരുന്നു. ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന രുചിയാണെങ്കിൽ അതൊന്നും ഓർക്കാതെ ഫ്ലാറ്റും പൂട്ടി ഉടനെ തന്നെ ഇറങ്ങി. എന്നാൽ ഗ്യാസിലിരിക്കുന്ന കാര്യം അവൾ ഓർത്തില്ല. അവൾ പോകുവാനായി ഇറങ്ങിയ സമയം തന്നെ ജോലിക്കാരി ലിഫ്റ്റിൽ വരികയായിരുന്നു. ഇതാണോ നിങ്ങൾ വരേണ്ട സമയം? 9 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്രയായെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന സമയത്ത് എന്റെ മകൾക്ക് വയ്യാതിരുന്നു, അതാ ഞാൻ താമസിച്ചതെന്നും ജോലിക്കാരി പറയുന്നു. ആ ഇന്നിന് ജോലി ചെയ്യേണ്ട, നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ജോലിക്കാരി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതേ സമയം തന്നെയായിരുന്നു വയസ്സായ 2 ദമ്പതിമാർ അവിടേക്ക് വന്നത്. ഞങ്ങൾ മക്കളുടെ അടുത്തേക്ക് പോവുകയാണ്, ഞങ്ങളെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് രുചി ഉടനെ തന്നെ ലിഫ്റ്റിൽ കയറിയങ്ങ് പോയി. എന്നിട്ട് അവൾ കാറുമെടുത്ത് വേഗം ഓഫീസിലേക്കും എത്തുകയാണ്. അവിടെ അവൾക്ക് പ്രസന്റേഷൻ ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ അവൾ പ്രസന്റേഷനിലേക്ക് കടന്നു. പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവൾക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരികയാണ്. എന്തെന്നാൽ ഗ്യാസിൽ എന്തോ ചൂടാക്കാൻ വെച്ചിട്ടല്ലേ ഇറങ്ങിയത്, അത് ഓഫ് ചെയ്തില്ല എന്ന കാര്യം അപ്പോൾ അവൾ ഓർത്തു. കാര്യം സമയം ഇത്രയും വൈകിയിരിക്കുന്നു, എന്ത് സംഭവിച്ചോ ആവോ എന്ന് ടെൻഷനായി. അവൾ ഉടനെ തന്നെ പുറത്തു വന്ന് ആദ്യം തന്നെ ജോലിക്കാരിയെ വിളിക്കും. എന്നാൽ ജോലിക്കാരിയാണെങ്കിൽ താൻ അപ്പോഴേ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. പിന്നീട് ആരെ വിളിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെ അവളുടെ പാർട്ട്ണർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് ആരെ വിളിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവൾ രാവിലെ ലിഫ്റ്റിൽ കയറാൻ പോയപ്പോൾ കണ്ട ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ വയസ്സായ, അവരെ വിളിക്കുവാനായി നോക്കും. എന്നാൽ അവൾ അങ്ങനെ കാണിച്ചതിന്റെ ദേഷ്യത്തിൽ അവർ കോൾ എടുക്കത്തുമില്ല. അവർ കട്ട് ചെയ്ത് കളയും. ടെൻഷൻ അടിച്ച് പുറത്തേക്കിറങ്ങിയ രുചിയാണെങ്കിൽ നേരെ ചെന്ന് ചാടിയത് ഒരു സ്കൂട്ടിക്ക് മുന്നിലായിരുന്നു. അത് മറ്റാരുടെയുമല്ല, അബിയുടെ സ്കൂട്ടിയായിരുന്നു. ആദ്യം കാണിച്ചില്ലായിരുന്നു അബി ഒരു പെൺകുട്ടിയെ ഇടിക്കാനായി പോകുന്നത്. ആ പെൺകുട്ടി മറ്റാരുമല്ല, രുചി തന്നെയായിരുന്നു. അങ്ങനെ രുചി നേരെ പോയി കാറുമെടുത്ത് സ്പീഡിൽ പോകുന്ന സമയം കാറാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി. എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൾ പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു ഓട്ടോ വരികയാണ്. ആ ഓട്ടോ ഏതെന്നാൽ നമ്മുടെ ആമി ആദ്യം കയറിപ്പോയൊരു ഓട്ടോ ഉണ്ടല്ലോ, ആ ഓട്ടോക്കാരന്റെ തന്നെയാണ്. ഓട്ടോയിൽ കയറിയ രുചിയാണെങ്കിൽ എവിടേക്ക് പോകണമെന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓട്ടോ മുന്നോട്ട് പോകുന്ന സമയത്ത് അയാളാണെങ്കിൽ ഗ്ലാസ് തിരിച്ച് അവളെ നോക്കുന്നത് അവൾ കാണുന്നു. താൻ എന്തിനാടോ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്? പുറകിലിരിക്കുന്ന പെൺകുട്ടികളെ കാണുവാൻ വേണ്ടിയിട്ടാണോ എന്ന് അവൾ വഴക്കം പറയുന്നു. അയാളാണെങ്കിൽ എന്തോ പോലെയായി. മുന്നോട്ട് പോകുമ്പോൾ അവളുടെ കയ്യിൽ കാശില്ല, ഗൂഗിൾ പേ ആണുള്ളതെന്ന് അവൾ പറയുമ്പോൾ ദേഷ്യം വന്ന അയാളാണെങ്കിൽ ഓട്ടോ ചവിട്ടി നിർത്തിയിട്ട് ഇനി മുന്നോട്ട് പോകില്ല, കാശ് തന്നാലേ പറ്റൂ എന്ന് പറയും. അതേ സമയമായിരുന്നു പുറകിലൊരു കാർ ഇടിക്കാൻ വന്നതും. അത് മറ്റാരുടെയുമല്ല, രേഷ്മയുടെയും ഭർത്താവിന്റെയും കാറായിരുന്നു. ആദ്യം രേഷ്മ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഓട്ടോക്കാരനെ ഇടിക്കാനായി പോയല്ലോ, ആ സംഭവമാണ് അവിടെ നടക്കുന്നതും. രേഷ്മ അയാളെ വഴക്ക് പറഞ്ഞിട്ട് കാറും എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഓട്ടോ മുന്നോട്ട് പോകും. അയാളാണെങ്കിൽ പെട്രോൾ പമ്പിൽ കയറിയ സമയം തന്നെ രുചിക്ക് കാത്തു നിൽക്കാൻ സമയമില്ലല്ലോ. അവൾ ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവൾ നേരെ വന്നത് ഒരു ബേക്കറിയിലേക്കായിരുന്നു. എന്നിട്ട് ആ ബേക്കറിയിലെ ഓണറിനോട്, ഇക്കാ ഈ വണ്ടിയുടെ ചാവിയുണ്ടോ, എനിക്ക് പെട്ടെന്ന് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അയ്യോ ആ വണ്ടി പഞ്ചറാണല്ലോ എന്ന് ബേക്കറിക്കാരൻ പറയുന്നു. ആ ബേക്കറിയിലായിരുന്നു നമ്മുടെ ശാന്തയും ഭർത്താവും ഉണ്ടായിരുന്നത്. ശാന്തയും ഭർത്താവും ബേക്കറിയിൽ ഇരുന്നപ്പോൾ ഒരു സംഭവം നടന്നല്ലോ, ഒരു പെൺകുട്ടി വന്നു പോയത്. ആ സീനാണ് അവിടെ കാണിക്കുന്നതും. അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ വീണ്ടും രുചി ഓടുകയാണ്. അവൾ നേരെ ഓടി അപ്പാർട്ട്മെന്റിലേക്കും എത്തുന്നു. വെപ്രാളപ്പെട്ടവൾ കതക് തുറന്ന് കിച്ചണിലേക്ക് എത്തിയപ്പോൾ ഗ്യാസ് ഓഫാണ്. എന്നാൽ പാത്രമൊക്കെ ഒരു പടുതിയായിട്ടുണ്ട്. ഗ്യാസ് ആരോ ഓഫ് ചെയ്തിരുന്നു. അവൾ സമാധാനത്തോടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അവളുടെ പാർട്ട്ണർ വരികയാണ്. ആ പാർട്ട്ണറാണ് ഗ്യാസ് ഓഫ് ചെയ്തതും. പാർട്ട്ണർ മറ്റാരുമല്ല, ആമി തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. ആമിയെ കണ്ടതും രുചി അവളെ കെട്ടിപ്പിടിക്കുന്നു.
എന്നിട്ട് ഇന്നത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ രുചി ചോദിക്കുന്നുമുണ്ട്. അവർ രണ്ടാളും പരസ്പരം കിസ് ചെയ്യാൻ പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവസാനം വരെ വെയിറ്റ് ചെയ്യണം, ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. ഇവരുടെ രണ്ടുപേരുടെയും കഥ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കറങ്ങിയതും. ഈ സിനിമയിലെ 5 സ്ത്രീകളും പരസ്പരം കണക്റ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.